കുട്ടികളെ ഇപ്പോ നാരായണൻ മൊത്തം ബ്രസീലിന്റെ പേരിൽ നാരായണൻ സാർ പറഞ്ഞ പോലെ 46 വേൾഡ് കപ്പ് ഇന്ത്യ കളിക്കാൻ ഉള്ള ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. അത് ചാൻസ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ചാണ്ടിയമ്മൻ സാർ പറഞ്ഞ പോലെ ഇപ്പൊ ഉള്ള ചെറിയ കുട്ടികളെ ഇപ്പൊ മുതൽ ട്രെയിൻ ചെയ്യിപ്പിക്കണം. എന്നാൽ സാറ് പറഞ്ഞ പോലെ 46 വിമർശനമുണ്ട്. ഞാൻ ഇടക്കിയിരിക്കുന്ന എല്ലാവർക്കും ഉള്ള വിമർശനമായിരിക്കും അത്. കേരള നിയമസഭയിൽ ഒരു അംഗത്തെ മുന്നിൽ കിട്ടിയോണ്ട് പറയാണ്ടിരിക്കാനും പറ്റില്ല. ഈ പഞ്ചായത്തുകളിലൊക്കെ ഞാൻ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിലെ പുലാമന്തോൾ പഞ്ചായത്താണ്. എന്റെ പഞ്ചായത്തിൽ ഒരു 3 ഗ്രൗണ്ട് ഉണ്ട്. ഭാഗ്യത്തിന് തൊട്ടപ്പുറത്തൊരു വിളയൂർ പഞ്ചായത്തുണ്ട്, ഒരു ഗ്രൗണ്ട് പോലും ഇല്ല. എന്നുവെച്ചാൽ കളിക്കാൻ അവസരം ഉണ്ടെങ്കിലേ കുട്ടികൾക്ക് ഇതിനുള്ള അടിസ്ഥാന സൗകര്യം വേണമല്ലോ. അത് നമ്മുടെ സംസ്ഥാന സർക്കാരുകളൊക്കെ ഇടപെട്ട് വേണ്ടപ്പെട്ടവരെ ഇടപെട്ട് വളർത്തിക്കൊണ്ടുവരാനുള്ള അടിസ്ഥാന സൗകര്യം ഗവൺമെന്റുകൾ ഉണ്ടാക്കണം. തീർച്ചയായിട്ടും ഞാൻ ആ കാര്യത്തിൽ എനിക്ക് ആഡ് ചെയ്യാനുണ്ട്. പല കാര്യങ്ങളും ഇടതുപക്ഷ സർക്കാരിനോട് യോജിച്ച ആളാണ്, യോജിക്കേണ്ട കാര്യത്തിൽ യോജിച്ചിട്ടുമുണ്ട്. ഇടത് സർക്കാർ ചെയ്തൊരു നല്ലൊരു പദ്ധതിയുണ്ട്. എല്ലാ മണ്ഡലത്തിലും ഒരു സ്പോർട്സ് സ്റ്റേഡിയം അല്ലെങ്കിൽ ഒരു ടർഫെങ്കിലും വേണമെന്നുള്ളത്. അപ്പൊ ഞങ്ങളുടെ മണ്ഡലത്തിൽ രണ്ട് ടർഫ് ഞങ്ങളുടെ മണ്ഡലത്തിൽ അനുവദിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാ മണ്ഡലത്തിലും അവർ അനുവദിച്ചിട്ടുണ്ട്. അതിന്റെ വർക്ക് വളരെ സ്ലോ ആണ്. നമുക്ക് അതൊന്നുകൂടെ സ്പീഡപ്പ് ആക്കി പറ്റുമെങ്കിൽ ഈ 1000-ൽ പരം ഗ്രാമപ്രദേശങ്ങളിൽ നമ്മുടെ ടർഫുകൾ അടിയന്തരമായി, ഇതാണ് സ്പോർട്സ് മിനിസ്റ്ററിനുള്ള ഡ്യൂട്ടി. അത് കണ്ടിന്യൂ എന്നുള്ള ആ ലെഗസി കണ്ടിന്യൂ, നമ്മുടെ സ്പോർട്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബിൽഡ് ചെയ്യുക. എന്റെ വലിയ സ്വപ്നം, ഞാൻ MLA ആയപ്പോ തൊട്ട് എന്റെ വലിയ സ്വപ്നം വെച്ചാൽ അതൊരു സ്പോർട്സ് സെന്റർ ആക്കി മാറ്റണമെന്നാണ്. ഞാനിപ്പോ ക്രിക്കറ്റ് അസോസിയേഷനായിട്ട് ചർച്ച ചെയ്യലാണ് ഞങ്ങളുടെ ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന് വേണ്ടി. അതുപോലെ തന്നെ ഫിഫ ലെവലിലൊരു സ്റ്റേഡിയം, അതെന്റെ ഒരു സ്വപ്നമാണ്. അത് പക്ഷേ സ്ഥലമാണ് പ്രശ്നം. അത് സ്ഥലം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ആൾക്കാർ വരാൻ റെഡിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന്റെ ഒരു മെയിൻ്റനൻസ് വേറൊരു പ്രശ്നമാണ്. അതും ഞാൻ ഇങ്ങനെ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ 2.5 വർഷമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വർക്കിലൊന്നാണ് ഈ സ്റ്റേഡിയം കൊണ്ടുവരിക എന്നുള്ളത്. അത് പാമ്പാടി ആയിരിക്കും മിക്കവാറും വരുന്നത്, അല്ലെങ്കിൽ വീണെടുത്ത സ്ഥലം ഉണ്ടെന്ന് കളിയില്ലല്ലേ. ചാണ്ടിയമ്മൻ ഇപ്പൊ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യ. പക്ഷെ അതിന്റെ കൂടെ നമ്മുടെ കേരള ഫുട്ബോളിനും പ്രൊഫഷണലിസം കൊണ്ടുവരണം. കാരണം കളിക്കാര് കളിച്ച് വെറുതെ വെള്ളവും കുടിച്ച് പോകാൻ കഴിയില്ല. അവനെ കളിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവണം. അതിനെന്ത് വേണം? പ്രധാനപ്പെട്ട ബിസിനസ്സുകാർ ഈ ടീമുകളുടെ സ്പോൺസർമാരായി. അങ്ങനെയാണ് ഇന്ത്യൻ ഫുട്ബോള് ആദ്യം ഇന്ത്യൻ ഫുട്ബോളിൽ വന്നൊരു മാറ്റം അവിടെയായിരുന്നു. പ്രൊഫഷണൽ ഫുട്ബോൾ ലോക ഫുട്ബോളിൽ പ്രൊഫഷണൽ ആവുന്നത്.